നാളെ മുതൽ ഇവിടെ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഹോളിഡേയുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ ലേറ്റ് ആയി. പിന്നെ ഓടിപ്പോയി എനിക്കിത് ഹെയർ വാഷ് ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ തലയൊക്കെ കുളിച്ച് ഉണക്കി മുടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ടൈം പോയി. ഇപ്പം തന്നെ 8:18 ഇനി വേഗം എനിക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി, ഫുഡെല്ലാം എടുത്തു. പിന്നെ റൂമിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഭയങ്കര അലങ്കോലമാക്കി ഇട്ടേക്കുവാണ്. വന്നിട്ട് ഇനി വൃത്തിയാക്കും. കാരണം 3-4 ദിവസം ഈ റൂമിൽ തന്നെ ഉണ്ടല്ലോ, എങ്ങും വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ ഹോളിഡേ ആണ്. അപ്പം ഇപ്പം എന്താണ്, ഇപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ട് ഫുഡെല്ലാം എടുത്ത് ബാഗെല്ലാം സെറ്റ് ചെയ്ത് ബാഗെല്ലാം എടുത്തിട്ട് ഇറങ്ങി. ഞാനൊരു ക്യാഷ്വൽ ഡ്രസ്സായിട്ടേക്കുന്നത്. കാരണം എനിക്ക് ചിലപ്പോൾ ഞാൻ ഈവനിങ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. കൺഫേംഡ് അല്ല, ചിലപ്പം പോവും. എനിക്ക് കുറച്ച് സാധനം മേടിക്കാറുണ്ട്, അപ്പോൾ ഞാൻ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു നോർമൽ ഡ്രസ്സ് ഇട്ട് പിന്നെ ഓഫീസ് വരെ ഇട്ടിട്ട് പുറത്ത് പോകുന്നത് എനിക്ക് ഭയങ്കര അത്രയും ലോങ് ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ആകെ മൊത്തത്തിൽ അൺകംഫർട്ടബിൾ ആവും. അതുകൊണ്ട് ഞാൻ നോർമൽ ഒരു ഡ്രസ്സായിട്ടത് ക്യാഷ്വൽ. പിന്നെ എന്തായിരുന്നു, അപ്പോൾ ഇപ്പം ഞാൻ വേഗം പോകുമ്പോൾ 8:19. അപ്പോൾ വേഗം ഞാൻ ഓടി പോകുമ്പോൾ എനിക്ക് രാവിലത്തെ ഒന്നും സീൻ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള എല്ലാം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഉറപ്പില്ല, കാരണം ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും, അത് നടക്കാറില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. നാട്ടിൽ പോയിട്ട് വന്നിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എനിക്ക് പറ്റി. എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലെന്ന്. ലിഫ്റ്റ് വന്നു, ബാക്കി ഞാൻ താഴെ ചെന്നിട്ട് പറയാം. കഥകളൊക്കെ കുറേ കഥകളുണ്ട്. നാട്ടിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ പറയാം. നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം എന്താ പറ്റിയെന്ന് വെച്ചാൽ, എനിക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നാട്ടിൽ പോയിട്ട് കുറച്ച് റിലാക്സ് ആയി റെസ്റ്റ് ചെയ്തൊക്കെ പോയിട്ട് തിരിച്ച് ഇവിടെ എത്തിയിട്ട് ഒരു ഫാസ്റ്റ് ലൈഫിലേക്ക് ഇങ്ങനെ ഓടിക്കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് ഇനി ഒരു മാസം എടുത്തത്. ഒരു മാസം ഞാൻ കറക്റ്റ് എടുത്ത്. ഒരു മാസം ഈ മാസം 12 ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തിയിട്ട് 1 month. അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിട്ടുണ്ട്. അപ്പോൾ അധിക സമയമൊന്നും പുറത്ത് നിൽക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. നമ്മൾ നല്ല സ്വെറ്റാവും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചധികം ലേറ്റായിട്ട് ബസ് വരുന്നതിന് ഒരു മിനിറ്റ് മുന്നേയൊക്കെ ഞാൻ എത്തുന്ന രീതിയിലാണ് റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ അവിടെ പോയി നിന്ന് വിയർത്ത് ഒഴുകും ഇങ്ങനെ. അപ്പം ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബസ് വരാം. ഇത്തിരി നേരം 25 ഈ സമയത്ത് ബസ് വരണ്ടേ, ബസ് ലൈറ്റാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എല്ലാം ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു ലോകത്താണ്. ഓഫീസിലെത്തി. അങ്ങനെ രാവിലത്തെ ചായ ടൈമായി. ഓഫീസിലെത്തി കഴിഞ്ഞാൽ കുറച്ച് വർക്കൊക്കെ ഒതുക്കിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമും ഉണ്ട്, ഒരു ടീ ടൈമും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും മിക്കവാറും. ഇന്ന് ഇപ്പോൾ 2-2 കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് എനിക്ക് ചായ കുടിക്കാനുള്ള ഭയങ്കര ഫീൽ. രാവിലെ മുല്ലത്തൂരൊന്നും കഴിച്ചിട്ടില്ലല്ലോ. രാവിലെ എനിക്കുമ്പോൾ ഇത്തിരി വെള്ളം കുടിക്കും നോർമൽ വർക്കിംഗ് ഡേയിൽ. മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ കുറച്ച് പച്ചവെള്ളം മാത്രമാണ് ഇതുവരെ കുടിച്ചേക്കുന്നത്. ഇപ്പം എനിക്ക് ഭയങ്കര ദാഹിക്കുന്ന വിശക്കുന്നു. ഫുഡ് വരാൻ സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്കൊരു ചായ ഇട്ട് കുടിക്കാമെന്ന്. ഇതൊന്ന് പൊട്ടിച്ചേ ശരി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് തിരക്കായിരിക്കും ഉച്ചവരെ. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്.
ഹലോ. അങ്ങനെ ഞാൻ ലഞ്ച് ബ്രേക്ക് ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇതിപ്പോൾ ഞാൻ ബേ അവന്യൂവിലേക്ക് പോവാണ്. ഇവിടെ സ്പിന്നീസ് ഉണ്ട്. സ്പിന്നീസിൽ നമുക്ക് നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി നല്ല റേറ്റിൽ ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡ് കൊണ്ടുപോകാത്ത ദിവസം ഒന്നുകിൽ ഓർഡർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് മേടിക്കും. അപ്പോൾ ഇന്നിപ്പം ഇവിടെ വന്നിട്ട് കുറച്ച് ചിക്കനും കുറച്ച് റൈസും മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ചതിന് ശേഷം ഓഫീസിൽ പോയി അതൊക്കെ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഓഫീസിൽ ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ നമ്മുടെ കൊളീഗ് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ലേറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ആ കേക്ക് കട്ടിങ് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് 6:45 കഴിഞ്ഞ് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം കുറച്ച് പുറത്ത് പോകാനുള്ള പരിപാടീസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഹോം ബോക്സിൽ പോയാൽ കൊള്ളാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഞാൻ മേ ബി ഹോം ബോക്സിലേക്കായിരിക്കും പോകുന്നത്. ഹലോ. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് സമയത്ത് 7:56 ആയി. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒയാസിസ് മോളിൽ വന്നു. എനിക്ക് വേറെ മോളിൽ പോകാനായിരുന്നു പ്ലാൻ. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ കണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒയാസിസ് മോളിൽ വന്നു. ഇവിടെ കുറച്ച് സാധനം മേടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ എൻ്റെ കുറച്ച് നാളുകളായിട്ടുള്ള എൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് എന്താ, കുറച്ച് ഹോം പ്രൊഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഹോം ബോക്സിലോട്ടാണ് പോകുന്നത്. സ്ഥിരം എൻ്റെ പ്ലേസ്. ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം ബാക്കി. എനിക്ക് ഈ വിൻഡോ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ. അങ്ങനെ ഹോം ബോക്സിലോട്ട് കയറിയപ്പം തന്നെ 2050 സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ചെല്ലുമ്പോൾ സെയിലുണ്ട്, പക്ഷെ എനിക്കറിയില്ല ഭയങ്കര. പക്ഷേ ഈ പ്രാവശ്യം നല്ല സെയിലുണ്ടായിരുന്നു. അവർ കുറേ സാധനങ്ങൾക്ക് നല്ല വില കുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മുന്നേ മേടിച്ച സാധനങ്ങൾക്കൊക്കെ ആ റേറ്റ് കുറവുണ്ടായിരുന്നു ഇപ്പോൾ ചെന്നപ്പോൾ. പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൂടുതൽ എവിടെ നിന്നാണെന്നുള്ളത്. ഹോം ബോക്സ്, ഐക്ക ആൻഡ് പിന്നെ ഞാൻ കുറച്ചൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വഴി കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ മേടിക്കാറാണ്. പക്ഷെ ഒരു 80% ഹോം ബോക്സിലാണ്. എനിക്ക് ഹോം ബോക്സിൽ പോകാനും അവിടുത്തെ സാധനങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം അവർ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റിയുള്ള സാധനമാണ് അവർ തരുന്നത്. ഈ സ്റ്റാൻഡ് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ സൂൺ ഇടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഞാൻ ഇത് മേടിക്കുന്നില്ല. കാരണം ഓൾറെഡി ടെമൂന്ന് ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ റൂമിൽ എന്തോ ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈം നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആ വെള്ളം വരുന്ന വാട്ടർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വീട്ടിലേക്ക് മേടിച്ച അതൊന്നും വർക്ക് ആവുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോ ഫ്രെയിംസും വാൾ ഫ്രെയിംസും ഒക്കെ മേടിക്കണമായിരുന്നു. ഫോട്ടോ ഫ്രെയിംസിനൊക്കെ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഹോം ബോക്സിൽ. ഈ ഫ്രെയിമിനൊക്കെ 10 ദിർഹംസേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഡേ ടു ഡേയിലൊക്കെ പോകുമ്പോൾ 10, 15 ദിർഹംസ്, 20 ദിർഹംസ് ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇത് 12 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ വാൾ ഫ്രെയിമിന്. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് പോയത്. അപ്പം ഞാൻ അതൊക്കെ എനിക്കെന്തോ മിറർ കാണുമ്പോൾ ഞാൻ ഒബ്സസ്ഡ് ആണ് മിററുമായിട്ട്. എനിക്കിവിടെ ഒരു മിറർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ കാണിച്ചു തരാം. ഈ മിറർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം മേടിക്കാൻ തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അത്യാവശ്യമൊക്കെ എനിക്ക് തോന്നുന്നു, അത്യാവശ്യമെന്നും മാത്രം തോന്നുന്നു കുറച്ച് സാധനങ്ങൾ. അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല, എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ഈ സെറ്റിലൊക്കെ ഇരുന്ന് പോയപ്പോഴത്തേക്കാണ് ഈദല്ലേ. നമുക്ക് ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ ഈ വഴി പോയപ്പോഴത്തേക്ക് ഞാൻ മാക്സ് കണ്ട്. അപ്പോൾ ഈ മാക്സിലൊന്ന് കയറിയപ്പോൾ എനിക്ക് 2-3 ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഹലോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇടത്തേക്ക് ഡ്രസ്സ്. എവിടെ പോയാലും ഞാനിപ്പോൾ മേടിക്കുന്ന ഒരു സാധനമാണ് ഇത്, ചെടി. എവിടെ പോയാലും ഇപ്പോൾ ഞാൻ ഓരോ ചെടി മേടിച്ചുകൊണ്ട് വരും. ഹലോ. അപ്പോൾ ഞാൻ വീണ്ടും ഈ റൂമിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ വന്ന് ഡ്രസ്സ് മാറിയതേ ഉള്ളൂ, ഫ്രഷ് ആയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യണം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വയ്യ, ഭയങ്കര ടയർഡായിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാൻ ഈ വ്ലോഗ് ഒരു എനർജി ഇല്ലാതെ ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് ഇവിടെ നിരത്തി. ടാബ്, ഓഫീസ് ഫോണ്, ഗ്ലാസ്, ഹോം ബോക്സിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ, ബാഗ് ഓഫീസ് ഫോൺ കൊണ്ടുവന്ന് ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് ബാഗ് കൊണ്ടുവന്ന് അവിടെ താഴെ തന്നെ വെച്ചു. എനിക്കിത് കിളി പറയ പോലെ തോന്നുന്നു. ഹോം ബോക്സിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ പിന്നെ എല്ലാം വലിച്ചൊരിട്ടു. ഇനിയെല്ലാം സെറ്റാകാനുണ്ട്. ഞാനിപ്പം തൽക്കാലം പോയിട്ട് എനിക്ക് വിശക്കുന്നു. ഞാനൊന്നും കഴിച്ചില്ല പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പം പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇപ്പം എനിക്ക് ഒരു എനർജി ഇല്ല. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും എനർജി ഇല്ലാതെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എടുക്കുന്നില്ല. ബാക്കിയൊക്കെ ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നും കാണിക്കാനില്ല, കിടന്നുറങ്ങുക. ഓക്കെ, ബൈ ബൈ.
ഞാൻ ഇതിനകത്ത് കപ്പയില്ലേ, കപ്പ ഉണ്ടായിരുന്നു. കപ്പ ഞാൻ പുഴുങ്ങാനും ഇട്ട്, തുണി കുറച്ച് വാഷ് ചെയ്യാനുണ്ട്, അതെല്ലാം എടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി രാത്രിയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് കപ്പ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. രാത്രി കപ്പയെ കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇരുന്ന് ചീത്തയായി പോകുന്നു കുറേ നാളായിട്ട്, അപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് തട്ടിയിടുക. ഇതിനകത്തോട്ട് തട്ടിയിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതാവുമ്പോൾ ഇനി എനിക്ക് പുക ഇങ്ങോട്ട് പാറട്ടെ. ഇതാവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കവർ ചെയ്ത് വെക്കും. പ്ലേറ്റിനകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പാടായിരിക്കും. ഇതാകുമ്പോൾ എത്ര ചെയ്താലും ഞാൻ കഴിക്കത്തില്ല, എത്ര ചെയ്താലും കഴിക്കത്തില്ല. അപ്പോൾ ഇതന്നെ എനിക്ക് അടച്ചതിനകത്ത് എൻ്റെ ഒരു പ്ലാസ്റ്റിക് ഫോയിലുണ്ട്, അത് വെച്ച് അടച്ച് നോക്കാം. ജ്യൂസ് ഇന്നലത്തെ ജ്യൂസാണ് ബാക്കി വന്നത്. അങ്ങനെ പുളിയും മുളകും കപ്പയും കഴിക്കാൻ പോകുകയാണ്.